ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊന്നും ഒട്ടും ചേർക്കാത്ത നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിനായാലും അല്ലാതെ തന്നെയായാലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചുമന്ന അവിലാണെങ്കിൽ അതായാലും മതി. ഇതിന് വെള്ള അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ കപ്പിന് തന്നെ അര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സോക്ക് ചെയ്യണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുതിരാനായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണിത്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് അവിലൊക്കെ കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു വേവിച്ച ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തതാണിത്. ഒരു ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് പുളിയില്ലാത്ത ഒരു ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. യോഗട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു മുട്ട പുഴുങ്ങി അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണോളം ജീരകം ചതച്ചെടുത്തതാണ് കേട്ടോ, ചെറിയ ജീരകമാണിത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എണ്ണയൊന്നും മുക്കിപ്പൊരിക്കുകയൊന്നും വേണ്ട, ഓയിലിൻ്റെ ആവശ്യമേ ഇല്ല. എണ്ണയില്ലാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇഫ്താറിനായാലും അല്ലാത്ത സമയങ്ങളിലും നമുക്ക് ഈ സ്നാക്സ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു ഷേപ്പാക്കി എടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ, റൗണ്ട് ഷേപ്പിനാണെങ്കിലും ഓവൽ ഷേപ്പിനാണെങ്കിലും സ്ക്വയറായിട്ടോ ഒക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് റൗണ്ട് ഷേപ്പിനാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ എല്ലാം ഇതേപോലെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. നമ്മൾ നെയ്യോ എണ്ണയോ ബട്ടറോ ഒന്നും ഇതിനാവശ്യമില്ല. അതേപോലെ തന്നെ നമുക്കെല്ലാം ഇതേപോലെ 7 എണ്ണം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം ഞാനിത് ഒലിവ് ഓയിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി അല്പം ഒലിവ് ഓയിലാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്പം ഇത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇത് അല്പം ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. വേറെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം പാനിൽ അല്പം ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പുറത്തെ സൈഡും ഒന്ന് വെന്തിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക.
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഇത് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.